ഫോർ എക്സാമ്പിൾ ഒരു ലൈൻ പ്ലോട്ട് ചെയ്ത് നോക്കാം നമുക്കൊരു ഗ്രാഫിൽ. അപ്പോൾ നമ്മളിവിടെ സ്ക്വയർ ഫീറ്റ് എക്സിലും പ്രൈസ് വൈയിലും മെൻഷൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഓരോ ഡാറ്റ പോയിന്റ്സും, അതായത് സ്ക്വയർ ഫീറ്റ് കൂടുന്നതിനനുസരിച്ച് പ്രൈസ് കൂടുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം 500 സ്ക്വയർ ഫീറ്റിൽ 5 ലാക്ക് ആണെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 10 ലാക്ക്, 1500 ഇതാണ് 15 ലാക്ക്, ആൻഡ് 2000 വരുമ്പോൾ 20 ലാക്ക് ആൻഡ് 25 ലാക്ക്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചില എക്സെപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ നമ്മളൊരു ലൈൻ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ലൈൻ കറക്റ്റ് ഈ ഡാറ്റ പോയിന്റ്സിലൂടെ കടന്നു പോകണം. അല്ലെങ്കിൽ ഏകദേശം ഈ ഡാറ്റ പോയിന്റും ഈ ലൈനും തമ്മിൽ മാക്സിമം എറർ കുറവായിരിക്കണം. ഏറ്റവും എറർ കുറവായിട്ടുള്ള ഒരു ലൈൻ വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഒരുപാട് ലൈൻസ് പ്ലോട്ട് ചെയ്യും ഇനീഷ്യൽ ഗസ് എന്ന രീതിയിൽ. എന്നിട്ട് ഓരോ തവണയും അതിന്റെ എറർ നോക്കും. ഈ ഒരു ലൈനും ഡാറ്റ പോയിന്റ്സും തമ്മിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യും. മാക്സിമം ഡിഫറൻസ് കുറച്ചുകൊണ്ട് ഒരു ലൈൻ, ബെസ്റ്റ് ഫിറ്റ് ലൈൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ അൽഗോരിതത്തിന്റെ പ്രധാന ഉദ്ദേശം. ഇനി അപ്പോൾ ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് y = mx + c എന്നുള്ളത്. ഇത് മാത്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ്. എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. y = mx + c. ഇതിൽ m എന്ന് പറയുന്നത് സ്ലോപ്പാണ്. ഈ ഒരു ലൈൻ എത്രത്തോളം ചെരിഞ്ഞ് വന്നിട്ടുണ്ട് എന്നതിന് ഉദ്ദേശിച്ചിട്ടാണ് m എന്ന് പറയുന്നത്. എത്ര ചെരിവ് ഈ ലൈനുണ്ട്, അതാണ് m എന്ന് പറയുന്നത്. പിന്നെ c എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതായത് ഈ y-നെ എവിടെ വെച്ച് ഈ ലൈൻ കട്ട് ചെയ്തിരിക്കുന്നു എന്നതാണ് c കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് y ഇന്റർസെപ്റ്റ്, എവിടെയാണ് ലൈൻ കട്ടായിരിക്കുന്നത്, അതാണ് കോൺസ്റ്റന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. y-ൽ എവിടെയാണ് ഈ ലൈൻ ഇന്റർസെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലൈനിന്റെ ചെരിവും ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞാൽ, ബെസ്റ്റ് സ്ലോപ്പ് ആൻഡ് ബെസ്റ്റ് ഇന്റർസെപ്റ്റിംഗ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, പിന്നീട് നമ്മൾ ഏത് ഫീച്ചർ ഈ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? പ്രഡിക്ഷൻ കിട്ടും. അതായത് പ്രൈസ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് 1250 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഹൗസിന്റെ പ്രൈസ് പ്രഡിക്റ്റ് ചെയ്യണം. അപ്പം 1250 എന്ന ആ ഒരു സ്ക്വയർ ഫീറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് നോക്കാം അല്ലെ. ഇവിടെ നിന്ന് ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിന് ഏകദേശം നേരെയുള്ളൊരു ലൈൻ നമ്മളിങ്ങനെ പ്ലോട്ട് ചെയ്യാം. ഇപ്പൊ എത്രയാണ്? ഒരു 13 അല്ലെങ്കിൽ ഒരു 14 ലാക്ക്. അപ്പം 1250 നമുക്ക് ഒരു പുതിയ സ്ക്വയർ ഫീറ്റ് ഈ ഒരു ഗ്രാഫിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് 14 ലാക്ക് ഏകദേശം വരുമെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ. 14 ലാക്ക് കിട്ടുമെന്ന് നമുക്ക് ഏകദേശം പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തത് y = mx + c എന്ന ഇക്വേഷനിലേക്ക് ഒരു ഫീച്ചറിനെ, പുതിയൊരു ഫീച്ചറിനെ അപ്ലൈ ചെയ്തപ്പോഴാണ്. അതായത് ഈ ഒരു എക്സ് എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മുടെ 1250. അപ്പൊ ബെസ്റ്റ്, അതായത് ഈ ഒരു അൽഗോരിതത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബെസ്റ്റ് ഫിറ്റ് ലൈൻ കണ്ടുപിടിക്കാം. ഇപ്പൊ ഈ ഒരു ഫസ്റ്റ് ഒരു അൽഗോരിതം മൾട്ടിപ്പിൾ ലൈൻസ് ആയിരിക്കും ഇനിഷ്യലൈസ് ചെയ്യാം. ഇങ്ങനെയായിരിക്കാം, ഇങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കാം. അങ്ങനെ ഒരുപാട് ലൈൻസ് വരച്ച് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഈ ഡാറ്റ പോയിന്റ്സിനെ ഏതാണ് കറക്റ്റ് ആയിട്ട് ആ ഒരു ലൈനിന്റെ എറേഴ്സിനെ മാക്സിമം